സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനത്തിൽ നിന്നല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശുദ്ധന്മാർക്കും ക്രിസ്തുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്ന ലേഖനമാണ്. നമ്മൾ 1-3 നമ്മൾ പഠിച്ചത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 4 മുതലുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 1-4 നാം പഠിച്ചു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ അവൻ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ആ ലോകസ്ഥാപനത്തിനു മുമ്പേ, ആകാശവും ഭൂമിയും നിർമ്മിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്താലായിരുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ മുന്നറിഞ്ഞു. അനാദികാല നിത്യത്തിൽ തന്നെ ഇപ്പോൾ സംഭവിക്കാനുള്ളതെല്ലാം അറിയുന്ന ദൈവം കാലത്തിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ ഓരോരുത്തരെയും കണ്ട് നമ്മെ മുന്നറിഞ്ഞവരെ ദൈവം മുൻ നിയമിച്ചവരെ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കുന്നത് ദൈവിക ഭവനത്തിലേക്ക് നമ്മെ പുത്രന്മാരായി ദത്തെടുക്കുക. കുഞ്ഞുങ്ങളായിട്ടല്ല, പുത്രന്മാരായി നമ്മെ ദത്തെടുത്തു. ദത്തെടുത്തത് അതെല്ലാം ലോക സ്ഥാപനത്തിന് മുമ്പെയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ കാലത്തിലേക്ക് വന്നപ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സമയത്ത് നമ്മെ വിളിച്ചു. എങ്ങനെയാണ് നമ്മെ വിളിച്ചത്? സുവിശേഷത്താൽ നമ്മെ വിളിച്ചു. ഇന്നും ദൈവം സുവിശേഷത്താലാണ് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സമയത്ത്, നമ്മുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത് ഓരോരുത്തരെയും സുവിശേഷത്താൽ വിളിച്ചിട്ട് ആ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നു. അല്ലെ, 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം പഠിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെയും അവൻ ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. അപ്പൊ ആ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകിയത് എങ്ങനെയാണ്? തൻ്റെ പുത്രന്റെ രക്തത്താലാണ്. അപ്പം ആ വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവത്തിന്റെ കൊടുത്തത് പുത്രന്റെ രക്തമാണ്, അല്ലെങ്കിൽ പുത്രന്റെ ജീവനാണ്. അപ്പം നമ്മൾക്ക് വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി ദൈവം ഒരുക്കിയത് പുത്രനെ തന്നെയാണ്, അല്ലേ? അപ്പൊ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയുഴിയുമെന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ. എത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് തന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്തത് ദൈവം തൻ്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായാണ്. അപ്പൊ എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. നമ്മള് റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, അവസാനം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാവുന്നു, അവന് എന്നേക്കും മഹത്വമാവൻ. നമ്മുടെ രക്ഷയുടെ എല്ലാ കാര്യങ്ങളും ദൈവം നാം അറിയുന്നതിന് മുമ്പേ, നാം ജനിക്കുന്നതിന് മുമ്പേ, നാം എന്തെങ്കിലും ആകുന്നതിന് മുമ്പേ, നാം ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ ചെയ്തു. അത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്, അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ആണ്. അത്രയാണ് നാം പഠിച്ചത്. നമുക്ക് ഇന്ന് 8-ാമത്തെ വാക്യം പഠിക്കാം. 8-ാമത്തെ വാക്യം വായിക്കാം. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച, അപ്പം കൃപയാലാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്, നമ്മെ മുൻ നിയമിച്ചത്, നമ്മെ വീണ്ടെടുത്ത് സകലവും ദൈവത്തിന്റെ കൃപയാലാണ്. കൃപ എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹിക്കാത്ത ഒരു വലിയൊരു കൃപ, അല്ലെ? കൃപയെന്ന് പറയുന്നത് തന്നെ അല്ല, നമ്മൾ അർഹിക്കുന്ന എന്തായിരുന്നു? നിത്യനാശമായിരുന്നു, ഹെല്ലായിരുന്നു നമ്മളെ അർഹിച്ചത്. അതിൽ നിന്നൊക്കെയും ദൈവം നമ്മെ വിടുവിച്ച് അർഹിക്കാത്ത രക്ഷയുടെ അനുഭവം, അതോടുകൂടെ തന്നെ നിത്യജീവനെ നമുക്ക് തന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ധാരാളമായി കാണിച്ച കൃപ, അത് സൂപ്പർലേറ്റീവായിട്ടാ പറഞ്ഞ കൃപാധാനം എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പം ഇംഗ്ലീഷിൽ പറയുന്നത് റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. അപ്പൊ ദൈവം ആ കൃപയുടെ ഉറവിടമാണ്. കൃപ എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് ഒരിക്കലും അതിന് ഒരു
എന്താ പറഞ്ഞ ഒരു കുറവുമില്ല, അതിനൊരു ചോർച്ചയുമില്ല. അതിരുകളില്ലാത്ത കൃപ ആയതുകൊണ്ടാണ്. ഇനി ഇതിനേക്കാളും വലിയ വേർഡ് പൗലോസിന് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ധാരാളമായ കൃപയും കൃപാധാനവും എന്നൊക്കെ പറഞ്ഞതല്ലേ. പൗലോസ് തന്നെ കൃപയുടെ അപ്പോസ്തലൻ എന്നാ നമ്മൾ പറയുന്നതല്ലേ. മേൽ കൃപ ലഭിച്ചു എന്നൊക്കെ നമ്മൾ റോമാലേഖനം 6 അധ്യായത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. പൗലോസ് ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു, എന്നോട് കൂടുതൽ അവന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ കൃപയുടെ അപ്പോസ്തലനായ പൗലോസ്, ഇനി ഇതിന് വേറെ വാക്കുകളൊന്നും ഇല്ല, ഇതിന് സൂപ്പർലേറ്റീവായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും പറയാം, ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം. അപ്പൊ അതിരുകളില്ലാത്ത കൃപ, അളക്കുവാൻ പറ്റാത്ത കൃപ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിൽ ഓരോരുത്തരും ദൈവം എത്ര കൃപ മേൽ കൃപ പകർന്നാണ് ഓരോരുത്തരെയും നടത്തുന്നല്ലേ. ആ കൃപയ്ക്ക് യാതൊരു കുറവുമില്ല. ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ കൃപയ്ക്ക് ഒന്നിനും കുറവില്ല, എങ്കിൽ തന്നെയും കൃപയ്ക്ക് യാതൊരു കുറവുമില്ല. ധാരാളമായി കാണിച്ച കൃപ. അപ്പൊ മനുഷ്യർക്ക് അനുഗ്രഹങ്ങളെ കൊടുക്കുന്നതിന് ദൈവത്തിന് കൃപയ്ക്ക് ഒരു കുറവുമില്ല, ഒരു മടിയുമില്ല. നമ്മുടെ പാപങ്ങളെ തന്നെ ദൈവം മോചിച്ചത് എങ്ങനെയാ? അത് എവിടെ ഇട്ടെന്നാ പറഞ്ഞ? കുറച്ചു പാപങ്ങളെയാണോ മോചിച്ചത്? നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണേ, കുറച്ച് ബാക്കി വെച്ചേക്കുമല്ലേ. ദൈവം അങ്ങനെയൊന്നും അല്ല, മുഴുവനും. മീഖായുടെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാ? നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അതിന് വീണ്ടും പൊങ്ങി വരാതെ വണ്ണം എത്രത്തോളം ആഴമുണ്ടോ ആഴത്തിന്റെ അടിത്തട്ടിലാണ് നമ്മുടെ പാപങ്ങളെ ദൈവം ഇട്ടിരിക്കുന്നതല്ലേ. നമ്മൾ ചിന്തിച്ചാൽ പോലും ദൈവം അതെല്ലാം മറന്നു കളഞ്ഞ് കാർമികളെ പോലെ നമ്മുടെ പാപങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞൊരു ദൈവമാണല്ലേ. അത് അത്രത്തോളം കൃപ, ഒരു ശകലം പോലും നമ്മുടെ പാപം ഒന്നും ബാക്കി വെക്കാതെയാണ് ദൈവം നമ്മുടെ പാപങ്ങളെ മുഴുവൻ മോചിച്ചത്. അത് തന്റെ കൃപയാലാണ്, അതിരുകളില്ലാത്ത കൃപ. അപ്പം ആ അതിരുകളില്ലാത്ത കൃപയാൽ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. സ്വന്തം പുത്രന്റെ രക്തത്താൽ, ജീവനാൽ. അത് ദൈവത്തിന്റെ ധാരാളമായ കൃപ. ദൈവത്തിന്റെ കൃപാദാനമെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം തന്റെ പുത്രന്റെ ജീവനാണെന്ന് നമുക്ക് പറയാമല്ലേ. നമുക്ക് വേണ്ടി തന്ന ദൈവത്തിന്റെ പുത്രന്റെ ജീവനാണ് ദൈവത്തിന്റെ കൃപാദാനമെന്ന് പറയുന്നത്. അത് നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം കൊടുത്ത വിലയാണെങ്കിൽ തന്നെയും ആ കൃപയ്ക്ക് ഒരിക്കലും ഒരു കുറവില്ല. നമ്മെ വീണ്ടെടുത്തത് മുതൽ നമ്മെ തേജസ്കരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കും. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 6 അധ്യായത്തിൽ പറഞ്ഞ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തമായി വർദ്ധിച്ചല്ലേ. കൃപമേ കൃപ പകരി. അപ്പൊ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഓരോ നാളും പാപം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ പാപം ചെയ്യാതെ വണ്ണം ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മളെ നടത്തുന്നു. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നമ്മൾ എപ്പോഴേ തെറ്റിപ്പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞല്ലേ. എബ്രാലേഖനം പറയുന്നുണ്ട്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കും. വല്ലപ്പോഴും അല്ല, എന്നും നാം ഒഴുകിപ്പോകുന്ന അവസ്ഥയില. അതിൽ നിന്നൊക്കെയും ദൈവം നമ്മെ കാക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. എപ്പോഴും ഓർക്കണം, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പണ്ട് ജീവിച്ച ലോകമല്ല ഇപ്പോൾ. ഓരോ ദിവസവും അതിക്രമം പെരുകിക്കൊണ്ടേയിരിക്കുക. നമ്മൾ കേൾക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞിക്കാലങ്ങളിൽ കേട്ടിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ നാമും മറ്റുള്ളവരെ പോലെ, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ ശേഷം മനുഷ്യരെ പോലെ നാമും ആകാവുന്ന അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊക്കെയും ദൈവം നമ്മെ വീണ്ടെടുത്തു. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി വെളിപ്പെടേണ്ടതിന് ഇന്നും ദൈവം വിശുദ്ധിയോടെ ജീവിപ്പാൻ ഈ കാലത്തിലും ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, റോമാലേഖനം 8:32 ഇങ്ങനെ പറയുന്നുണ്ട്, വായിക്കാം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ, ആ ജീവൻ പോലും ഓർക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ, ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? നമ്മെല്ലാം പറയുന്ന ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും നമ്മൾ അതിന്റെ മുമ്പിലത്തെ വാക്യം പഠിക്കുമ്പോഴാണ് ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. കഴിഞ്ഞ ക്ലാസ് 1-2 പ്രാവശ്യം ഞാൻ വായിച്ചെങ്കിലും പറയാം. 8:29-30
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എന്താ ഈ നീതീകരിച്ചവരെ തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ദൈവത്തിന്റെ പദ്ധതിയാ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. കാരണം നീതീകരണം നമ്മൾ പറഞ്ഞ കൃപയാലാണെന്ന്. പക്ഷെ നീതീകരണം മുതൽ തേജസ്കരണം വരെയുള്ള കാലം എന്ന് പറയുന്ന നമ്മൾ ഈ കുറച്ചു കാലം മാത്രമേ ഭൂമിയിൽ ഇരിക്കുന്നുള്ളൂ എങ്കിലും ഓരോ നിമിഷവും തെറ്റിപ്പോകാനൊരവസ്ഥയുണ്ട്. ആ തേജസ്കരണം വരെ നമ്മെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. അതാണ് അതിന്റെ അർത്ഥം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെ അവനോടുകൂടെ സകലവും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ആവശ്യമായ സകലവും ദൈവം നൽകാതിരിക്കുമോ? അല്ലെ? നമ്മള് യൂദായുടെ ലേഖനത്തിൽ അവസാന വാക്യം എന്നാ പറയുന്നത്? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം എന്ന് പറയുന്നത്. നമ്മൾ അശക്തരാ. നമുക്ക് എപ്പോഴും വീണു പോകാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. ഒരു നിമിഷവും നമുക്ക് വീഴാതിരിക്കാനുള്ള ചാൻസ് ഇല്ല. ഏത് നിമിഷവും വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാദ്യം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. നാം എവിടെയായിരിക്കുന്നത്? നാം ഭൂമിയിലായിരിക്കുന്നെങ്കിലും നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമുക്ക് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് അതുപോലെ ദൈവത്തിന്റെ ഉള്ളം കയ്യിലാതെ നാം ഇരിക്കുന്നത്. നാം വീണു പോകാതെ വണ്ണം ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അപ്പം കണ്ണിന്റെ കൃഷ്ണമണി പോലെ, കാരണം അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവം എത്രത്തോളം അതിശയകരമായ നാം വീഴാതെ വണ്ണം സൂക്ഷിച്ച് നമ്മെ ഓരോരുത്തരെയും നടത്തുന്നു. നമുക്ക് രോഗങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, പ്രയാസങ്ങൾ വരാം. പക്ഷെ അതൊന്നും നമ്മെ ആ അശുദ്ധിയിലേക്കൊന്നും നടത്തുന്നൊന്നും അല്ല. അത്രയൊന്നും നമ്മെ അത് ശുദ്ധീകരിക്കുന്ന അല്ലാതെ നമ്മെ അശുദ്ധിയിലേക്ക് നടത്തുന്നത്, ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം ആകാതെ വണ്ണം നമ്മെ തിരിക്കുന്നത് ഈ ലോകത്തിന്റെ കളങ്കങ്ങളാണ്. അപ്പൊ ഈ ലോകത്തിനെങ്കിലും കളങ്കങ്ങൾ ഏൽക്കാതെ ജീവിക്കാനാണ് നമുക്ക് കൃപ വേണ്ട. രോഗം വന്നാൽ സൗഖ്യമാകുമായിരിക്കാം, സൗഖ്യം വന്നാൽ പിന്നെയും അത് രോഗം വരുമായിരിക്കാം. മരിച്ചാൽ പോയി. പക്ഷെ മരിച്ചവരെ ഉയർപ്പിച്ചവർ പിന്നെയും മരിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്നും ദൈവത്തിന്റെ നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നമ്മെ മാറ്റി തീർക്കുന്നതല്ല. ആകെ നമ്മെ നിത്യരാജ്യത്തിന്റെ അവകാശം നമ്മെ മാറ്റുന്ന എന്താ? ഈ ലോകത്തിന്റെ കളങ്കങ്ങൾ നമ്മൾ ഏൽക്കുമ്പോഴാ. അതുകൊണ്ട് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു നിർത്തുവാൻ ദൈവം ശക്തനാണ്. അത്രത്തോളം കൃപ പകരുവാൻ ദൈവം ശക്തനാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു തന്നെ. അപ്പം സ്വന്തം പുത്രന്റെ ജീവനെയാ നമ്മെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നത്. എന്തിനു വേണ്ടിയാ? നിത്യരാജ്യത്തിലെ അവകാശമാക്കുവാൻ. അപ്പം നിത്യരാജ്യത്തിന്റെ അവകാശം നാം മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത്രത്തോളം കൃപ പകർന്ന് ദൈവം നമ്മെ നടത്തുവാൻ ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്, ഇമ്മാനുവേലായനോ ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു നിമിഷം പോലും ദൈവം നമ്മിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സമയവുമില്ല. ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും. പലപ്പോഴും നാം പറയും, ദൈവമേ ദൈവം കണ്ണടച്ചോ? ഒരിക്കലുമില്ല. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എന്തിനാ? ആ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ, അല്ലെ കളിമണ്ണ് പോലെ അതൊരു നല്ലൊരു മാനപാത്രം ആകുന്നത് വരെ കുശവൻ അതിനെ നോക്കിക്കൊണ്ട് അതിന്റെ കൈ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ കുശവനാകുന്ന ദൈവം അല്ലേ, നമ്മുടെ മേൽ എപ്പോഴും ഒരു കരമുണ്ട്. ദൈവത്തിന്റെ കരം നമ്മൾ വെച്ചിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നാം ആയിരിക്കുകയാണ്. ചതഞ്ഞു പോകാതെ, ഉടഞ്ഞു പോകാതെ, ജീവിതത്തിന്റെ ഭാരങ്ങളിൽ നാം പതറിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അപ്പം ദൈവത്തിന്റെ കൃപ ധാരാളമാണ്. നമ്മൾക്ക് എത്ര കൃപ വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകാം, നമ്മുടെ സ്നേഹത്തിന് മാറ്റം ഉണ്ടാകാം, നമ്മളുള്ള സകലത്തിനും മാറ്റം ഉണ്ടാകാം, അല്ലെ? മനുഷ്യരുള്ള സകലത്തിലും മാറ്റമുണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരു നാളും മാറ്റം വരികയില്ല. അത് 100% ഉറപ്പാണ്, അല്ലെ 150% ഉറപ്പാണ്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം, ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരു കുറവുമില്ല. അപ്പൊ അവിടെ പറയുന്നു, നമുക്ക് അവൻ
അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം, കൃപയുടെ ഉറവിടമാണ് ദൈവം. അല്ലെന്നുണ്ടെങ്കിൽ പറയാം ആ കൃപാധനം എന്ന് പറയുന്നത് തൻ്റെ പുത്രന്റെ ജീവനായിരുന്നു. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, കൃപയോട് കൂടെ ദൈവത്തിന്റെ പദ്ധതികളെയും ഉദ്ദേശ്യങ്ങളെയും കുറിച്ച് നമ്മോട് ദൈവം വിവരിച്ചു പറഞ്ഞു. അപ്പൊ സകല ജ്ഞാനവും വിവേകവുമായി, കാരണം ദൈവം നമ്മെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ച ശേഷം, അല്ലെ ദൈവത്തിന്റെ മക്കളായി വിളിച്ച ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നെ ദൈവത്തിന്റെ പദ്ധതികളെയൊക്കെയും നമ്മോട് ദൈവം ഓരോ നാളും അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ ഓരോരുത്തരിലും കൂടെ വചനം പ്രസംഗിക്കുന്നവരിലൂടെ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം തന്റെ പദ്ധതികളെയൊക്കെ നമ്മോട് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. സകല ജ്ഞാനവും വിവേകവുമായി കൃപയോടുകൂടെ ദൈവം തന്റെ പദ്ധതികളെയും ഉദ്ദേശങ്ങളെയും ഒക്കെ നമ്മോട് പങ്കുവച്ചു. നമ്മൾ ഇതിന്റെ നമുക്ക് കൊരിന്ത്യലേഖനത്തിലാണ് നല്ലവണ്ണം വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 2:6. കാരണം ഈ ലോകത്തിലെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം മനസ്സിലാക്കി തരുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്നല്ലേ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാൻ നമുക്ക് അത് ഇടയായിത്തീരുന്നത്. ഈ ലോകത്തിലെ മനുഷ്യന് എത്രത്തോളം വചനം വായിക്കുന്നു, എത്രയോ ആൾക്കാർ വചനം വായിക്കുന്നു, പക്ഷെ ഒന്നും അകത്തോട്ട് കയറുന്നില്ല, അല്ലെ? എല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് അകത്തോട്ട് ഒരു വചനമെങ്കിലും കയറണമെങ്കിൽ നമ്മളുടെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ച് തന്നല്ലാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കടക്കുകയില്ല. വായിക്കാം 1 കൊരിന്ത്യർ 2:6 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. കാരണം ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമൊക്കെ, അല്ലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നേടുന്ന ജ്ഞാനമൊക്കെ, നമ്മൾ പഠിക്കുന്നതൊക്കെ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്. 2:7. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അപ്പൊ മറഞ്ഞിരുന്ന, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് ദൈവത്തിന്റെ ജ്ഞാനം ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു, അല്ലെ? സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരുമെന്നുള്ള ആ ഒരു വ്യവസ്ഥ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പൊ മറഞ്ഞിരുന്നത് ആ മശീഹ ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ രക്ഷകനായി തീരുമെന്നുള്ളത്, സകല ജാതികളും യഹൂദന്മാരും ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നായി ചേരും, ഇതൊന്നും അവരറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഈ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അടുത്തത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ആ വാക്കിന്റെ അർത്ഥം കാണുന്നത് 10-11 വാക്യങ്ങൾ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള ക്രിസ്തുവിന്റെ ആ ജ്ഞാനത്തെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നുണ്ട്, ക്രിസ്തുവിലൂടെ നമ്മെ തിരഞ്ഞെടുക്കും എന്നതിനെ കുറിച്ച്, ഈ മർമ്മങ്ങളെല്ലാം ദൈവം നമുക്ക് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിലുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 16. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാണ്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അപ്പൊ എന്തുവാ നമുക്ക് ദൈവം തന്നത്? ക്രിസ്തുവിന്റെ മനസ്സ് തന്നെന്ന്, അല്ലേ? നമ്മളിതെല്ലാം വായിച്ചു പോകും. ക്രിസ്തുവിന്റെ മനസ്സ് ദൈവം നമുക്ക് തന്നു. ക്രിസ്തുവിന്റെ മനസ്സ് എന്തുവാ? ആ സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ കുരിശില മരണത്തോളം അനുസരണമുള്ളവനായി തന്ന ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് തന്നു. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നതിന് വേണ്ടി തന്റെ കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. കൃപ തന്നത് മാത്രമല്ല, നമ്മെ രക്ഷിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനുള്ള പദ്ധതികളെയൊക്കെ മനസ്സിലാക്കുവാനുള്ള വലിയൊരു മനസ്സ് ദൈവം നമുക്ക് തന്നതാണ്. നാം ആരാണ്? ലോകത്തിന്റെ ആ ജ്ഞാനം പ്രാപിച്ചവരല്ല, ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു.
കൊലോസ്യ ലേഖനത്തിലെ പൗലോസ് കൊലോസ്യരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ ക്രിസ്തു എന്ന മർമ്മത്തിന്റെ ആ പരിജ്ഞാനം പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. കൊലോസ്യ 2:2. കൊലോസ്യ 2:2. അവർ ക്രിസ്തുവെന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാനിച്ഛിക്കുന്നു. മൂന്ന് കേട്ടെ, അവന് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മള് രക്ഷിക്കപ്പെട്ട ആ കാലം മുതൽ നാം വചനം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഇപ്പോഴും വചനം ഓരോ ദിവസവും പഠിക്കുമ്പോൾ നമുക്കത് പുതിയതാ അല്ലേ. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നമുക്കത് ഓരോ നമ്മൾ പുതിയതാ പഠിക്കുന്നത്. ഇപ്പൊ ഒരു വചനം എടുത്ത് പ്രസംഗിക്കുന്നവർ 3-4 മാസങ്ങളും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ചിലപ്പം വേറെ ആയിരിക്കും നിങ്ങൾ അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നത്. കാരണം തിരുവചനം എന്ന് പറയുന്നത് ആ പഠിച്ചാലും ആ തീരാത്ത ഒരു കലവറയാണ് തിരുവചനം എന്ന് പറയുന്നല്ലേ. തേനിനേക്കാളും മധുരം എന്നും അതെന്തുകൊണ്ടാ? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഇരുന്നിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കൃപ തരുന്നതാണ്. കാരണം നമ്മൾ പറഞ്ഞാലും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 1-ാം ക്ലാസ്സിലെ സിലബസ് മാത്രമേ അറിയത്തുള്ളൂ അല്ലെ. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. പക്ഷെ അതിനെ MBBSന്റെ കാര്യം പുസ്തകങ്ങളൊക്കെ അതിനെടുത്തോളം മനസ്സിലാകുമോ? അതുമില്ല. അതുപോലെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ദൈവം നമുക്ക് ഇത് വിവേചിച്ചു തരും, നമുക്ക് മനസ്സിലാക്കി തരും. വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും മുതിർന്നവർക്കും എല്ലാം ഒരു ബൈബിള് മാത്രമേ ഉള്ളൂ പഠിക്കാനല്ലേ. അത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഥ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഓരോ പ്രായം മുതിരുന്നതിനനുസരിച്ച് ഈ ബൈബിള് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്ര പഠിച്ചാലും ഇത് മതി വരികയില്ല. കാരണം അത് തീരാത്ത ഒരു കലവറയാണ് വചനം എന്ന് പറയുന്നത്. കാരണം കനി പോലെ കനിക്കടിയിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് മുത്തുകളെ കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത്. എത്രത്തോളം നാം ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം ദൈവം നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മുടെ ആഗ്രഹമാണ് വചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൈവം. എത്രത്തോളം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നുവോ, എത്രത്തോളം മനസ്സോടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പഠിക്കുന്നുവോ അത്രത്തോളം ദൈവം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരും. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി തരും. പലരും പറയും പഠിക്കണം, പക്ഷെ അരമണിക്കൂർ സ്വസ്ഥമായിട്ടിരിക്കാൻ സമയമില്ല. ദൈവവചനം പെട്ടെന്നൊന്ന് വായിച്ചു പോകും, അത്രയേ ഉള്ളൂ. ഒരു വചനം കാണാതെ പഠിക്കാൻ പറഞ്ഞാൽ മടിയാണ്. ഇതൊക്കെയുള്ളവർക്ക് എങ്ങനെയാ ദൈവം മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലേ. എത്രത്തോളം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നോ അത്രത്തോളം ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ഈ ദൈവവചനമൊക്കെ പഠിക്കുന്നത് നമ്മുടെ ആരുടെയും മിടുക്കൊന്നുമല്ല, ഓർമ്മശക്തി ഒന്നും നമുക്ക് ഉണ്ടായിട്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയും ദാനവും മാത്രമാ. എന്നെപ്പോലുള്ളവരൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ അടുത്ത നിമിഷം അതെല്ലാം മറന്നു പോകുന്നവരാ. പക്ഷെ ഇത്രയ്ക്കൊക്കെ പഠിക്കുവാനും നിങ്ങളെയൊക്കെ പറഞ്ഞു തരുവാനും ഒക്കെ തരുന്ന ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാ. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ആരും വലിയ ആളൊന്നും അല്ല ഞാന്. അതുപോലെയാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ കല്ലവറയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഓരോ ദിവസവും എത്രത്തോളം നാം ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം ദൈവം നമുക്ക് തന്റെ ആഴങ്ങളെ ദൈവം മനസ്സിലാക്കുന്നത്. കാരണം നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ നാം അല്ലേ. നാം ആഗ്രഹിക്കുന്നവർക്ക് അത് അവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് ദൈവം. നമ്മുടെ ദൈവത്തിന് ഒരു കുറവുമില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതെ വണ്ണം ആത്മീയവുമായി എല്ലാ തരത്തിലും അനുഗ്രഹിപ്പാൻ ദൈവം നമുക്ക് കൂടെ ഉള്ളവനാണ്. ദൈവത്തിന്റെ കലവറയ്ക്ക് ഒന്നിലും ഒരു കുഴപ്പവും വരികയില്ല. അപ്പം നമ്മൾ വായിച്ചത് ഇന്ന് ആ വാക്യം, അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ആദ്യകാല നിത്യതയിൽ തന്റെ ആ മനുഷ്യനെ നിർമ്മിച്ചതും അതിനുശേഷം മനുഷ്യൻ പാപം ചെയ്തതിനു ശേഷം മനുഷ്യന്റെ വീണ്ടെടുപ്പുള്ള പദ്ധതികളെല്ലാം ദൈവം ചെയ്തതിന് ശേഷം രൂപീകരിച്ചല്ലേ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെയും പദ്ധതികളെയും എല്ലാം തന്റെ കൃപയുടെ മഹത്വത്താൽ നമുക്ക്
പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തു എന്ന മർമ്മം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മൾ പറയും കർത്താവിനെ നമുക്കറിയാം. നമുക്ക് എത്ര അറിയാം? നമുക്കൊന്നും അറിയത്തില്ലല്ലേ? ദൈവത്തിന് നമുക്ക് എത്ര അറിയാം? നമുക്കൊന്നും അറിയത്തില്ല. നമുക്കൊരു ശകലം മാത്രം അറിയാം. നമ്മൾ എത്രത്തോളം ഇനി പഠിക്കാനിരിക്കുന്ന ആ കലവറയിലേക്ക് ദൈവം നമ്മെ എപ്പോഴും വിളിക്കുകയാണ്, എന്റെ സന്നിധിയിലേക്ക് വാ, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്നുള്ളത്. എത്രത്തോളം നാം അവന്റെ സന്നിധിയിലിരിക്കുന്നു അത്രത്തോളം ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, നമുക്ക് 9ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 9ാമത്തെ വാക്യം: അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. വാക്കുകളൊക്കെ ഭയങ്കര കട്ടിയുള്ള വാക്കുകളാ, പക്ഷെ നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അവനിൽ, ക്രിസ്തുവിൽ, താൻ, ദൈവം മുൻനിർണയിച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ ഉറപ്പാക്കി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന തന്റെ പ്രസാദത്തിന് തക്കവണ്ണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ, ഇഷ്ടത്തിൽ, തന്റെ ഹിതത്തിന്റെ മർമ്മം, തന്റെ ഭാവിയിൽ ചെയ്യുവാനിരിക്കുന്ന എന്തെന്ന് മർമ്മം, അത് അവൻ നമ്മോട് അറിയിച്ചു. ദൈവം നമ്മോട് അറിയിച്ചു. എന്നൂടെ പറയാം: അവനിൽ, ക്രിസ്തുവിൽ, താൻ, ദൈവം മുൻനിർണയിച്ച, നേരത്തെ പ്ലാൻ ചെയ്തത്, തന്റെ പ്രസാദത്തിനൊത്തവണ്ണം, തന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം, തന്റെ ഹിതത്തിന്റെ മർമ്മം, ദൈവത്തിന്റെ ആ ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ഉണ്ടല്ലോ ആ ഭാവിയിലെ പദ്ധതിയുടെ ആ മർമ്മം നമ്മോട് അറിയിച്ചു. അപ്പൊ ഇന്നും നമ്മോട് അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അപ്പം 8ാം വാക്യത്തില് പറഞ്ഞു, തന്റെ കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ദൈവം തന്റെ കൃപയാൽ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെയും പ്ലാനുകളെയും ഒക്കെ മനസ്സിലാക്കി തരുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാപം ചെയ്യാനിരിക്കുന്ന മനുഷ്യനെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെയും ഓർത്തപ്പോൾ അവന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും ദൈവം തന്റെ ഇഷ്ടത്താൽ നമ്മോട് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇനി തന്റെ ഹിതത്തിന്റെ മർമ്മം, അപ്പൊ അതെന്താണെന്ന് പറയുന്നത് 10ാം വാക്യത്തിലാണ്. നമുക്കറിയാം മിസ്റ്ററി ഓഫ് ഹിസ് വിൽ, അത് ക്രിസ്തുവിൽ സകലവും ഒന്നായി ചേരുമെന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അതാണ് ആ ഹിതത്തിന്റെ മർമ്മം എന്ന് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ബൈബിളിൽ അനേകം മർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആ കാലസമ്പൂർണതയിലെ, കാലത്തിന്റെ തികവിങ്കിലെ ആ മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മർമ്മം എന്ന് പറയുമ്പോൾ അതൊരു നിഗൂഢമായ ഒരു രഹസ്യം ഒന്നുമല്ല. അത് ഇവിടെ പറഞ്ഞ ആ ക്രിസ്തുവിനെയും തന്റെ സഭയെയും കുറിച്ചുള്ള ഒരു മഹത്വപരമായ ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ചാണ്, ആ ഒരു സത്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്ന മർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മർമ്മം എന്ന് പറയുന്നത് തന്നെ മുൻപ് മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടു വന്നതുമാണ്. ഇത് ഒരിക്കലും ദൈവത്തിന് മറഞ്ഞിരുന്നല്ല, മുമ്പ് മനുഷ്യർക്ക് മറഞ്ഞിരുന്നതും ഇപ്പോൾ മനുഷ്യർക്ക് വെളിപ്പെട്ടു വന്നതുമാണ്. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ മശിഹായെ കുറിച്ചുള്ളതും ക്രിസ്തുവിനെ കുറിച്ചുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും പഴയ നിയമ പ്രവാചകന്മാർക്കൊക്കെ അവര് നിഴലായിട്ട് മനസ്സിലായിരുന്നു. അബ്രഹാമിന് പോലും ഒരു നിഴലായിട്ട് മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ. പക്ഷെ അത് ഇന്നാണ്, ക്രിസ്തുവിന്റെ ആ ഉയർപ്പിന് ശേഷമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വന്നപ്പോഴാണ് മനുഷ്യന് ആ ഹിതം മനസ്സിലാക്കുക, അല്ലെ ആ മർമ്മം വെളിപ്പെട്ട് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, പണ്ടത്തെ 1 പത്രോസ് 1:11 പറഞ്ഞിട്ട്, പണ്ടൊക്കെ പ്രവാചകന്മാരൊക്കെ അവർക്ക് ഒരു നിഴല് പോലെ എന്തൊക്കെയോ ഒന്ന് മനസ്സിലായി. നമ്മൾ പറയത്തില്ലേ, സീൽ അടിച്ചു വെച്ച് തിരിച്ചടിക്കുന്നത് പോലെ ഇരിക്കും. സീല് നമ്മൾ പേപ്പറിൽ അടിക്കുമ്പോഴല്ല അത് ശരിയായിട്ട് വരത്തില്ല, പക്ഷെ സീല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമല്ലല്ലോ. അതുപോലെ തന്നെ അവർക്കത് അവ്യക്തമായിട്ടായിരുന്നു. അവരെല്ലാം അത് ആഗ്രഹിച്ചിരുന്നു, അത് കാണുവാനായിട്ട്, അല്ലെങ്കിൽ അത് കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ അറിയുവാനായിട്ട്. പക്ഷെ അവർക്കൊന്നും അത് മനസ്സിലായിരുന്നില്ല. 1 പത്രോസ് 1:11-12 ഞാൻ വായിക്കാം. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്, പ്രവാചകന്മാരിലൊക്കെയുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അവർക്കൊക്കെ യെശയ്യാവിലൂടെ ആണെങ്കിൽ ദൈവം കർത്താവ് കന്യകയിലുള്ള ക്രിസ്തു ജനിക്കുമെന്നും തേജസ്കരണവും 1000 ആണ്ട് വാഴ്ചയും എല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഇവർക്കൊന്നും സമയം ഏതാണെന്നോ അത് എങ്ങനെയാണെന്നോ ഒന്നും അതും അവർക്കെല്ലാം മറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മർമ്മം എന്ന് പറഞ്ഞത്. അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടില്ല, അവർക്ക് നിഴല് പോലെ നല്ലോണം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. അപ്പം എന്നിട്ട് 10ാമത്തെ വാക്യത്തില്, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ട് അത്രേ തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന്
അവർക്ക് എന്ത് വെളിപ്പെട്ട? പിൽക്കാലത്തിലേക്കുള്ള കാര്യങ്ങളെയാണ് അവർ പ്രവചിക്കുന്നതെന്ന് മനസ്സിലായി. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നു. അവിടെ എല്ലാം പറയുന്നുണ്ട്. കാരണം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിരുന്ന് അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെ? ആ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്കൊന്നും രക്ഷയില്ല. വീണുപോയ ദൂതന്മാരെ ദൈവം ചങ്ങലയിൽ കെട്ടി ചങ്ങലയിൽ ആക്കി നിത്യ ആ ഒരു ദണ്ഡനത്തിലേക്ക് ആക്കിയിരിക്കുമ്പോൾ വീണുപോയ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ യാഗമായി തീർന്നു, അല്ലെ? വീണുപോയവർക്ക് വേണ്ടി നരകം ഒരുക്കിയപ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടി, അല്ലെ, മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയത് കാൽവറിയാണ്, അല്ലെ? അതിലേക്ക് ഈ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്നു. അപ്പം പ്രവാചകന്മാർ പണ്ട് അവരിലൂടെ പ്രവചിച്ചെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. അവരൊക്കെയും അങ്ങനെ നോക്കിക്കൊണ്ട് അത് ഏത് സമയത്ത് അത് സംഭവിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അത് അവർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ നമ്മളോട് സുവിശേഷം അറിയിച്ചവർ ദൈവത്തിന്റെ ആത്മാവിനെ അത് പറഞ്ഞു തരികയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു. അപ്പൊ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്. അത് നമുക്ക് മുമ്പ് മറ്റുള്ളവർക്ക് മുമ്പ് മറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ നമുക്കത് വെളിപ്പെട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് തന്റെ ഹിതത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെളിപ്പെടാതിരുന്നതല്ല. പണ്ടത് മറഞ്ഞിരുന്നു, ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേർക്ക് അത് മർമ്മമായി തന്നെ ഇരിക്കുന്നല്ലേ, വെളിപ്പെടാതെ ഇരിക്കുന്നു. ലോകത്തിൽ എത്രയോ ആൾക്കാർ ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർക്ക് ആർക്കും അത് മനസ്സിലാകാതിരിക്കാൻ കാരണം അത് ഇവർക്ക് മർമ്മമായിരിക്കുക. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും പലർക്കും പലതും മർമ്മമായി തന്നെ ഇരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നു. മനുഷ്യനുള്ളത് മനുഷ്യനിലും ആത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയുമെന്ന് പറയുന്നുണ്ടോ? ദൈവത്തിനുള്ള ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. ദൈവം നമുക്കോ ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനം തന്നെ നമുക്ക്, ദൈവത്തിന്റെ ആത്മാവിനാ ദൈവത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കുവാനും നമുക്ക് കൃപ തരുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെ? എല്ലാ കാലത്തും ഓരോ ദിവസവും വചനം പഠിക്കുവാനെല്ലാം ദൈവം കൃപ തരുന്നുണ്ട്. അപ്പൊ ആ നിത്യതയിലെ ആ പ്ലാനില് ദൈവം വെച്ചിരുന്നത് പണ്ടുള്ളവർക്ക് അത് മർമ്മമായിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് ഇപ്പോഴും പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ ഇപ്പോഴും അത് മടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പലർക്കും അത് മർമ്മമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഡിബേറ്റും ചർച്ചകളും അതും ഇതും വാക്തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എത്രയോ പേർ വചനം വായിക്കുന്നു. ഡിബേറ്റിലൊക്കെ ഉള്ളവര് നമ്മളെ മുസ്ലിം സഹോദരങ്ങളും ഒക്കെ ആണെങ്കിൽ ഇത് വായിക്കുന്നവരെ ഇവർക്കെല്ലാം വചനങ്ങളൊക്കെ കാണാൻ അറിയാം. പക്ഷെ പിന്നെയും ഡിബേറ്റ് ഒക്കെ വരുന്നത് എന്തുകൊണ്ട് തന്നെയാ? ആ മർമ്മം അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ തർക്കിക്കാനും വാദിക്കാനും നിൽക്കുന്നു, അല്ലാതെ ദൈവത്തിന്റെ ആത്മാവരിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്, അവർക്കറിയില്ല. അപ്പൊ അനാദികാല നിത്യതയിൽ തന്റെ മഹത്വപൂർണമായ വീണ്ടെടുപ്പിന്റെ പതി തന്റെ വിശുദ്ധന്മാർക്ക് അറിയിച്ചു കൊടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം ഈ അത് ആരാണ്? ക്രിസ്തുവേശുവാണ്, അല്ലെ? ക്രിസ്തുവാണ് ആ മർമ്മം എന്ന് പറയുന്നത്. അവനിൽ താൻ മുൻനിർണയിച്ചത്. അപ്പം ക്രിസ്തുവിലെ ഞാൻ പറഞ്ഞ കാൽവറി യാഗത്തിന് ശേഷമാണ് നമുക്കിതെല്ലാം വെളിപ്പെട്ട് വന്നത്. 2 തീമോഥെയോസ് 1:9-10 വാക്യങ്ങൾ പറയുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാണ്, ഈ ലോകത്തിലേക്കുള്ള പ്രത്യക്ഷതയിലാണ് വെളിപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. നമുക്കത് വായിക്കാം. 2 തീമോഥെയോസ് 1:9-10 വാക്യങ്ങൾ. അതുവരെ അത് മർമ്മമായി എല്ലാവർക്കും അങ്ങനെ ഇരിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം, അല്ലെ പ്രത്യക്ഷതയ്ക്ക് ശേഷം എല്ലാവർക്കും അത് മനസ്സിലായി വരുന്നു. ഓക്കെ. 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണെ ആ മരണം നീക്കുന്ന സുവിശേഷം, ജീവനും അക്ഷയതയും നൽകുന്ന സുവിശേഷം ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാണ് എല്ലാവർക്കും മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ ദൈവം തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. ആ മർമ്മം എന്താണെന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു. അത് 10-ാം വാക്യം വായിക്കാം. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ
കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് വരുവാനിരിക്കുന്ന സംഭവമാണ്. ഈ മർമ്മം എന്ന് പറഞ്ഞതും ഈ മർമ്മമാണ്, അത് വരുവാനിരിക്കുന്ന സംഭവമാണ്. പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായങ്ങൾ ചില മർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മൂന്നാം അധ്യായത്തിൽ നമുക്ക് ഒരു വാക്യം മാത്രം വായിക്കാം. അത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മർമ്മം പണ്ട് അവർക്ക് അറിവായിരുന്നില്ല, അല്ലെങ്കിൽ പ്രവാചകന്മാർക്കോ വിശുദ്ധന്മാർക്കോ പണ്ട് പഴയ നിയമകാലത്തുള്ളവർക്ക് അത് അറിവായിരുന്നില്ല. വായിക്കാം. എഫേസ്യർ 3:3. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു. വെളിപ്പാടിനാൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മമാണ്. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ച എവിടാ? യഹൂദിയയിലും യെരുശലേമിലും ഒക്കെയാ പ്രവചിച്ചതല്ലേ? യഹൂദന്മാരോട് തന്നെയാ പ്രവചിച്ചത്. അവർക്കൊന്നും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു ജാതികൾ സുവിശേഷ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും ആകുമെന്നുള്ള അത് മർമ്മം അവർക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആ 2-3 അധ്യായങ്ങളിലൊക്കെ പറയുന്ന മർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷെ 1:10 മർമ്മം എന്ന് പറയുന്നത് അത് കാലസമ്പൂർണതയിലെ പദ്ധതിയാണ്. സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്ന കാലസമ്പൂർണതയിലെ അവ്യവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇനി ഞാന് വേറൊരു ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. ഈ കാലത്തിന്റെ പൂർണ്ണതയിൽ, ഈ കാലം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത് അത്രേ. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം ക്രിസ്തുവിൽ ഒന്നിപ്പിക്കണം. അപ്പൊ അതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം എന്ന് പറയും. അപ്പൊ കാലസമ്പൂർണത എന്ന് പറഞ്ഞ് നമ്മള് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ദൈവം തന്റെ പുത്രനെ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി എന്ന് പറഞ്ഞാൽ അന്ന് കാലം സമ്പൂർണത വന്നു എന്നോ? അല്ല. അന്ന് ദൈവത്തിന്റെ സമയം. കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമയം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ചും പറയുന്നത് അവിടെ കാലസമ്പൂർണത എന്നാ പറയുന്നത് അല്ലെ? എന്നാൽ കാലസമ്പൂർണ ഗലാത്യർ 4:4 എടുക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞു പോകാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനെ. അപ്പൊ കർത്താവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയെ കുറിച്ചായിരുന്നു അവിടെ കാലസമ്പൂർണത എന്ന് പറഞ്ഞത്. ഇവിടെ കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സമയം എന്ന് മാത്രം നാം ചിന്തിച്ചാൽ മതി. പക്ഷെ ഇവിടുത്തെ കാലസമ്പൂർണത എന്ന് പറയുന്നത് മില്ലിനിയൽ ആണ്. ആ മില്ലിനിയൽ കിങ്ഡം ഉണ്ടല്ലോ, സഹസ്രാബ്ദ വാഴ്ചയുടെ സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1000 വർഷം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വാഴുന്ന സമയം. അപ്പം രാജാതി രാജാവായും കർത്താതി കർത്താവായും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുന്ന ഒരു 1000 സംവത്സരമുണ്ട്. അതിനെ ആണ് ഇവിടുത്തെ കാലസമ്പൂർണത അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഈ ഭൂമിയിൽ മനുഷ്യ ചരിത്രത്തിന്റെ അവസാനത്തിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അതാണ് ഇവിടെ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം ഉള്ളവ എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരണം എന്ന ഒരു വ്യവസ്ഥതയുണ്ട്. അപ്പൊ നമ്മൾ 1 കൊരിന്ത്യർ 15:27 പറയുന്നു, സകലത്തെയും അവന് കാൽക്കീഴാക്കിയിരിക്കുന്നു, സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. 1 കൊരിന്ത്യർ 15:27. സകലത്തെയും അവന്റെ കാൽ കീഴാക്കി ഇരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തു. സകലം എന്ന് പറഞ്ഞാൽ ദൈവം ഒഴികെ സകലവും പുത്രത്തെ കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ ആണ്. നമ്മളിതെല്ലാം പഠിച്ചതാണ്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2:10 കുറച്ച് വാക്യങ്ങൾ നമുക്കിന്ന് വായിച്ചു പോകാം. ഫിലിപ്പിയ ലേഖനം 2:10-11 നമുക്ക് മനസ്സിലാകണമെങ്കിൽ
അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോഴെല്ലാവരും കർത്താവല്ല എന്ന് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ക്രിസ്തു പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്, വെറും മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട്, അതൊരു മിഥ്യയാണെന്ന് പറയുന്നവരുണ്ട്, എല്ലാം പറയുന്നവരുണ്ട്. പക്ഷെ അക്കാലത്തിൽ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 1:6 മുതലുള്ള വാക്യങ്ങളും കൂടെ നമുക്ക് വായിക്കാം. 20:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ അന്തിമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഭരണകൂടത്തിന്റെ പ്രത്യേകതയാണ് അവിടെ കാണിക്കുന്നത്. 20:1 അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പം സാത്താനെ 1000 ആണ്ട് ചങ്ങല ഇട്ടതിന് ശേഷമാണ് കർത്താവ് ഈ ഭൂമിയിൽ 1000 ആണ്ട് തന്റെ വിശുദ്ധന്മാരോടുകൂടെ വാഴുന്നത്. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട്, അത് ഞാൻ പറയാം, ജാതികൾ എന്ന് പറയുന്നത്, വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന് ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. 4-ാമത്തെ വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയായോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും കൈമേലും എനിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു, അവിടെ മുദ്രയേൽക്കാത്തവരുമായ എല്ലാവരെയും ഉണ്ട് അവിടെ കാണുന്നു. ഞാൻ എഴുതിയോ തെറ്റിപ്പോയി കേട്ടോ, ഒരു സെക്കൻഡ്. റെവലേഷൻ 20 അല്ലേ? ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അപ്പൊ അവിടെ പറയുന്നത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചും, ആ 1000 ആണ്ട് കർത്താവ് വാഴുമ്പോൾ 1000 ആണ്ട് സാത്താനെ ചങ്ങലയിൽ കെട്ടി പാതാളത്തിൽ ഇടും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 50 അധ്യായം 17 25 മുതലുള്ള വാക്യങ്ങളും, യെശയ്യാവിന്റെ പുസ്തകം 59 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എടുക്കണം. അതും 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. അല്ല, 59 അല്ല, 69 65 സോറി. ഓക്കെ, വായിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ. 17 ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുന്നില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പൻ. ഇതാ ഞാൻ യെരൂശലേമിലെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായി സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. കുറച്ചു ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും, പാപിയോ 100 വയസ്സുള്ളവനായും ശപിക്കപ്പെട്ടവൻ എന്നേ വരും. ബാക്കി നമുക്ക് വായിക്കേണ്ടതായിട്ടില്ല. അതെല്ലാം 25-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ
എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് അവൻ അരുളി ചെയ്യുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ മടങ്ങി വരികയും തന്റെ വിശുദ്ധന്മാർ ക്രിസ്തുവിൽ ഒന്നായി ചേരുകയും ചെയ്യും. ജീവനോടിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിലേക്ക്, നമ്മൾ റാപ്ചർ എന്ന് പറയുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്നാണ് അതിന് പറയുന്നത്. അത് പലരും പ്രീ ട്രിബുലേഷനും ട്രിബുലേഷൻ റാപ്ചറിലും അതുപോലെ തന്നെ പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചറിലൊക്കെ വിശ്വസിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം മിക്കവാറും 80% 90% ആൾക്കാരും പ്രീ ട്രിബുലേഷൻ റാപ്ചറിലാണ് വിശ്വസിക്കുന്നത്. പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്നത് ആ ഉപദ്രവകാലമുണ്ട്, ആ 7 വർഷത്തെ. അതിനു മുമ്പ് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും എന്നതാണ് പ്രീ ട്രിബുലേഷൻ റാപ്ചർ വിശ്വസിക്കുന്നവർ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അപ്പൊ എല്ലാവരും ഗ്യാദർ ടുഗദർ, ആ ഇംഗ്ലീഷ് പറയുന്നത് ടു യുണൈറ്റ് ഓർ ടു ആഡപ്പ്, എല്ലാ വിശ്വാസികളെ ഒരുമിച്ച് കൂടും. അത് അന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളും അതുപോലെ തന്നെ അന്നുവരെ മരിച്ചുപോയ വിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടും. അപ്പൊ അതിനുശേഷമാണ് 7 വർഷം മഹോപദ്രവകാലം ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. അപ്പം സാത്താൻ ഇവിടെ വാഴ്ച നടത്തും, എല്ലാവരെയും ഉപദ്രവിക്കും. അന്ത്യക്രിസ്തു വാഴുന്ന ഒരു സമയമുണ്ട്, 7 വർഷക്കാലം ഈ ഭൂമിയിൽ. അന്ത്യക്രിസ്തുവിന്റെ ആ വാഴ്ചക്കാലമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ 3.5 വർഷം സന്തോഷകരമായിരിക്കും, മനുഷ്യരെ ആകർഷിക്കും. അത് കഴിഞ്ഞ് മഹാ ഉപദ്രവം ഉണ്ടാകും. ആ സമയത്തേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും കർത്താവിനോട് കൂടെ മധ്യാകാശത്തിലായിരിക്കും. അത് 7 വർഷമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ്, 7 വർഷത്തിന് ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു വരികയും, ഒലിവുമലയിൽ കർത്താവ് വരികയും അവിടെ ഹർമഗദോ യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിന് ശേഷം സാത്താനെ 1000 ആണ്ട് ചങ്ങലക്കെട്ട് അഗാധ കൂപത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം യേശു ക്രിസ്തു രാജാവും കർത്താവുമായി 1000 ആണ്ട് യെരുശലേം ആസ്ഥാനമാക്കി വാഴും. ആ സമയത്തെയാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അത് പ്രീ ട്രിബുലേഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടും. അന്ന് മരിച്ചവര്, അതുവരെ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടും. അവര് ക്രിസ്തുവിനോടുകൂടെ 7 വർഷക്കാലം വാഴും. ബാക്കി അവര് മധ്യാകാശത്തിലായിരിക്കുന്ന സമയം, ഈ 7 വർഷം ഭൂമിയിൽ സാത്താൻ വാഴുന്ന സമയമാണ്. മഹോപദ്രവ കാലമാണ്. അതിനുശേഷം ഹർമഗദോൺ യുദ്ധമാണ്. അത് കഴിഞ്ഞ് സാത്താനെ അഗാധകൂപത്തിൽ ചങ്ങലക്കിടും. അത് 1000 വർഷത്തോളം സാത്താനെ അവിടെ കെട്ടിയിടും. കെട്ടിയിട്ടതിന് ശേഷം കർത്താവ് യെരുശലേം ആസ്ഥാനമാക്കി വാഴും. അവിടെ വന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമായി വാഴും. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? അന്ന് അതുവരെ ക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചിരുന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചവരും കർത്താവ് നിദ്ര എടുക്കപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് കൂടിയത് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്, അല്ലെ? ആ സഭയാണ് ക്രിസ്തുവിനോടുകൂടെ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. പുതിയ യെരുശലേം അല്ല, ഈ ഭൂമി. അപ്പൊ ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ 1000 ആണ്ട് സമയത്തല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നത്. കാരണം സാത്താന്റെ 7 വർഷത്തെ വാഴ്ച സമയത്ത് ഈ ഭൂമി ശിഥിലമായി പോകും. നമുക്കറിയാം, കൂരിട്ടുണ്ടാവും, ഭയങ്കര ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭൂമി ജീവിക്കാൻ വാസയോഗ്യമല്ലാത്ത ഒരു സമയമായിരിക്കും ആ 7 വർഷക്കാലം. അതിന്റെ ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞ ഭൂമിയെ ഒന്ന് ശുദ്ധീകരിക്കുകയും അതിനെ മനുഷ്യർക്ക് പാർപ്പാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്യും. അത് പുതിയ ഭൂമിയും പുതിയ ആകാശവും അല്ല. അത് 1000 ആണ്ടിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നത്. 1000 ആണ്ട് ക്രിസ്തു സഭയോടുകൂടെ ഈ ലോകത്തിൽ വാഴുമ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന ഭൂമി സാത്താന്റെ വാഴ്ചയുടെ ഫലമായി അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ ഫലമായി അത് ശിഥിലീകരിക്കപ്പെട്ടു. പക്ഷെ അതിനെ ഒന്ന് രൂപീകരിച്ച് മനുഷ്യവാസമാക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ യെരുശലേം ആസ്ഥാനമായി കർത്താവ് അവിടെ വാഴും. അപ്പൊ അവിടെ ഉള്ളവരെ ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിനോടുകൂടെ 7 വർഷം മധ്യാകാശത്തിലായിരിക്കുന്നവർ താഴെ ക്രിസ്തുവിനോട് കൂടെ ഇറങ്ങി വരും. അതുപോലെ തന്നെ ഈ ഉപദ്രവ വാഴ്ചയുടെ സമയത്ത്, അല്ലെ ഉപദ്രവത്തിന്റെ കാലത്ത് ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, അന്നും രക്ഷിക്കപ്പെടുന്നവരുണ്ട്.
അന്നും രക്ഷിക്കപ്പെട്ടവര്, അതിനാണ് നാം പറയുന്നത് അവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 20-ാം റെവലേഷൻ 20-ാം അധ്യായത്തില് അവൻ ന്യായാസനങ്ങളെ കണ്ട് അവൻ 20:4 ന്യായാസനങ്ങളെ കണ്ട് അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്ത് യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും ആ ഒരു മുദ്ര ഇല്ലാതിരുന്നവരും, അതെന്ന് പറയുന്നത് മഹോപദ്രവ കാലത്ത് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരും അതുപോലെ തന്നെ മഹോപദ്രവത്തിന് ശേഷം നമ്മൾ പറഞ്ഞ 1/3 എല്ലാം നശിച്ചു പോകത്തുള്ളൂ. ആ ഒരു ഭാഗം പിന്നെ ജനങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? പാപികളായ മനുഷ്യരും അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് അവരും ഈ ലോകത്തിൽ കാണും. കാരണം ദൈവത്തിന്റെ സഭ മാത്രമല്ല കാണുന്നത്, അന്നും ആ മഹോപദ്രവ, എനിക്കറിയാം ഇതൊക്കെ ഇച്ചിരി ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പം അന്ന് മഹോപദ്രവ കാലത്തിന് ആ 7 വർഷക്കാലം എല്ലാവരും മരിച്ചു പോകുന്നില്ല, സാത്താനെ മാത്രമേ കെട്ടിയിടുന്നുള്ളൂ. അന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്, അവരും ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരും. പക്ഷേ അവര് അതുകൊണ്ടല്ലേ നമ്മൾ വായിച്ചായിരുന്നല്ലോ, പാപികളൊന്നും വായിച്ചില്ല, അന്ന് അവിടെ പാപികളും ഉണ്ടായിരുന്നല്ലോ എന്നല്ലേ നമ്മൾ വായിച്ച. ഒരു സെക്കൻഡ് ഞാനൊന്ന് വായിക്കാം ആ വാക്യം. യെശയ്യാവിന്റെ പുസ്തകത്തിലായിരുന്നു നമ്മൾ വായിച്ചത്. ഓക്കെ, 65:20. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും ഇനി അവിടെ ഉണ്ടാകുകയില്ല. ബാലൻ 100 പ്രായമുള്ളവനായി മരിക്കും, പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും. അപ്പൊ അവിടെ പാപികളുണ്ട്. പക്ഷെ പാപികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അവര് അതിക്രമവും പാപവും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? സാത്താൻ അവിടെ ഇല്ല. സാത്താന്റെ ആ ഒരു ആകർഷണത്താലല്ലേ എല്ലാവരും പാപം ചെയ്യുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്ന സാത്താൻ വഞ്ചിക്കുന്നത് കൊണ്ടല്ലേ പാപം ചെയ്യുന്നത്. സാത്താൻ അവിടെ ഇല്ലെങ്കിൽ പാപം ഇല്ലല്ലോ. ആ പാപം ഇല്ലെങ്കിൽ മനുഷ്യന് പാപം ചെയ്യത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് 100 വയസ്സുള്ളവനായി മരിക്കും. അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരാരും പിന്നെ മരണമില്ലല്ലോ. പിന്നെ ഒരു മരണമില്ല. നമ്മൾക്ക് ഒരിക്കലായിട്ടുള്ള മരണമേ ഉള്ളൂ. രണ്ടാമത്തെ മരണമുള്ളത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ആ മരണമേ ഉള്ളൂ. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രണ്ടാമതൊരു മരണമില്ല. അതുകൊണ്ട് നമ്മൾ 1000 സംവത്സര കാലത്ത് ആ ശിശുക്കൾ 100 വയസ്സ് അല്ലെ ബാലന്മാർ 100 വയസ്സുള്ളവരായി മരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന പാപികളായ മനുഷ്യരാണ്. അന്ന് അവിടെ സാത്താൻ ഇല്ലാത്തത് കൊണ്ട് 1000 ആണ്ട് സാത്താനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് മനുഷ്യരാരും പാപം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടാകും, സിംഹം കാളക്കുട്ടിയോട് പോലെ കിടക്കും, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോ കുഞ്ഞുങ്ങൾ പോലും പാമ്പിന്റെ മാളത്തിൽ തകയിടും എന്ന് പറഞ്ഞ ആരും ആരെയും ഉപദ്രവിക്കാത്ത ഒരു സമയമാണ്. ക്രിസ്തു മാത്രം രാജാവായി വാഴുന്ന സമാധാനത്തിന്റെ കാലം. പണ്ട് നമ്മൾ പറഞ്ഞ ഓണത്തിന് മഹാബലിയുടെ കാലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു പുരാണമൊക്കെ ആണെങ്കിലും അത് മിത്താണെങ്കിലും, പക്ഷെ ക്രിസ്തുവിന്റെ സമയം പാപമില്ലാത്ത 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് വിശുദ്ധന്മാര് ദൈവത്തിന്റെ സഭയും അതുപോലെ തന്നെ ഈ ലോകത്തിൽ മഹോദരം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന പാപികളും ഉണ്ട്. പക്ഷെ അവർ പാപം ചെയ്യുന്നില്ല, അവർ അതിക്രമം ചെയ്യുന്നില്ല. കാരണം അവരെ അതിക്രമം ചെയ്യിക്കുന്ന പിശാച് അവിടെ ഇല്ലാത്തത് കൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗോഗ് മാഗോഗ് യുദ്ധം ഉണ്ടാകുകയും ക്രിസ്തുവിൽ പിന്നെയാണ് ആ രണ്ടാമത്തെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ കുറച്ചു കാലത്തേക്ക് അഴിച്ചുവിടുമ്പോൾ പിന്നെയും ഈ ലോകത്തിൽ പാപം വർദ്ധിക്കും. അതിന് ആ സമയത്താണ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത്. അതിനുശേഷമാണ് കർത്താവിന്റെ ആ വലിയ ന്യായവിധിയും ഒക്കെ ഉണ്ടാകുന്ന സമയം. അന്നാണ് സകല മനുഷ്യരും, കാരണം ക്രിസ്തുവിൽ മരിക്കാത്തവരുടെ ഒക്കെ, ക്രിസ്തുവിൽ ജീവിക്കാത്തവരെയും ഒക്കെ ആ ന്യായവിധി ഉണ്ടാകുന്ന സമയം. അതുവരെ ക്രിസ്തുവില്ലാതെ മരിച്ചവർ മുഴുവൻ ഇപ്പോഴും ഭൂമിക്കടിയില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്താണ്. അപ്പം ക്രിസ്തുവിൽ മരിക്കാത്തവരെ അല്ല, ക്രിസ്തുവിൽ ഇല്ലാത്തവരെ എല്ലാവരും, ആ മരിച്ചവരെയൊക്കെ ആ ദൈവത്തിന്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ, ന്യായാസനത്തിന് മുമ്പിൽ എല്ലാവരും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയാകലും എന്നൊക്കെ പറയത്തില്ലേ, അതെല്ലാം സംഭവിക്കുന്ന ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ ആ സമയത്താണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ യെരൂശലേം എന്ന ആ ദൈവത്തിന്റെ ആ മന്ദിരം താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിനെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് റെവലേഷൻ 21 അധ്യായത്തിലാണ് നാം കാണുന്നത്. അപ്പം 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് കർത്താവ് ഈ ഭൂമിയെ ശുദ്ധീകരിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ തന്നെയായിരിക്കും കർത്താവ് 1000 ആണ്ട് ആ യെരുശലേമിൽ തന്റെ വാഴ്ച അവിടെ സ്ഥാപിക്കുകയാണ്. അവിടെ യെരുശലേം ആസ്ഥാനമാക്കി ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ക്രിസ്തുവിന്റെ സഭ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ലോകത്തിലായിരിക്കുന്ന പവികളായ മനുഷ്യരും ഉണ്ടായിരിക്കും. സാത്താനെ അതിനുശേഷമാണ് കുറച്ചു നാളത്തേക്ക് അഴിച്ചുവിടുന്നത്. എത്ര കാലമാണെന്ന് നമുക്കറിയില്ല. അതിനുശേഷം ഗോഗുമാഗോഗ് യുദ്ധം ഉണ്ടാവുകയും പിന്നെ ആ പുതിയ ആകാശവും പുതിയ ഭൂമി പിന്നെ സാത്താനെ എന്നേക്കുമായി ആ പാതാളത്തിൽ ഇടുകയും ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം വെളിപ്പാട് പുസ്തകം 21-1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു വിടാം. വെളിപ്പാട് പുസ്തകം 21-1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പൊ അത് 1000 ആണ്ട് വാഴ്ചക്ക് ശേഷമാണ്. പലതും പറയും വിശ്വസിച്ചുകൊണ്ടൊക്കെ, നമ്മളും അങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചത്, 1000 ആണ്ട് വാഴ്ചയിൽ പുതിയ ഭൂമിയും പുതിയ ആകാശവും ഒക്കെ ഉണ്ടാവുന്നു. അതല്ല, അതിന് ഞാൻ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മാറ്റം വരുമോ എന്നൊന്നും അറിയത്തില്ല. മനസ്സിലാക്കിയ സ്ഥിതി അനുസരിച്ചിട്ട് അത് 1000 ആണ്ട് കാലത്തിന് ശേഷമാണ്, ഇത് ആഴ്ചയുടെ ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ 21-1 മുതൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അവിടെ പാപികളില്ല, അവിടെ ജാതികളില്ല. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇവിടെ പറയുന്നു, ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടവും ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലവും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യം ആവുന്നു. അപ്പോ അന്നാണ് കർത്താവായ യേശു ക്രിസ്തു ആ മണവാട്ടി സഭയുമായി എന്നേക്കുമായി വാഴുന്ന സഭ. അവിടെ പാപികളില്ല, അവിടെ ജാതികളില്ല, അവിടെ ആരുമില്ല. അന്ന് സകല ജാതികളും ഗോഗും യുദ്ധത്തോടു കൂടെ സകലതും നശിച്ചു പോകും. അന്ന് പിന്നെ ഉള്ളത് ദൈവത്തിന്റെ ജനം മാത്രമേ ഉള്ളൂ. അപ്പം സാത്താനെ കുറച്ച് നാളത്തെ കഴിച്ചു വിടും. അത് കഴിഞ്ഞ് പിന്നെയും കാരണം ദൈവത്തിന്റെ 1000 ആണ്ട് വാഴ്ചകളുടെ സമയത്ത് ആരും പാപം ചെയ്യുന്നില്ല, പക്ഷെ സാത്താൻ ഇല്ലാത്തതാണ്. പക്ഷെ പിന്നെയും ജനങ്ങൾ പാപം ചെയ്യും. അതുകൊണ്ടല്ലേ സാത്താൻ ഈ ലോകത്തിൽ ഉണ്ടായത് കൊണ്ടല്ലേ പാപം ചെയ്യുന്നത്. ഏദൻ തോട്ടത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത്. അവിടെ ദൈവത്തിനു കൂടെ വാണിരുന്ന ആദമും ഹവ്വയും സാത്താൻ വന്നപ്പോഴല്ലേ പാപം ചെയ്തത്. അതുപോലെ തന്നെ സാത്താൻ ഇല്ലാതിരിക്കുമ്പോൾ പാപമില്ല. കാരണം സാത്താൻ ഈ ലോകത്ത് നിന്ന് മാറിപ്പോകുന്നത് വരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. പാപം ചെയ്യാതിരിക്കാണ് ദൈവത്തിന്റെ ധാരാളമായ കൃപ നമ്മോട് കൂടെയുള്ള. നമ്മൾ വിശുദ്ധന്മാരൊന്നും ആയിട്ടല്ല. നമ്മൾ പണ്ട് ക്രിസ്തോസ്തപിത തിരുമേനി ജയിലിലുള്ളവരെയൊക്കെ കാണാൻ പോയി ആ തടവുകാരോട് പറഞ്ഞത്, എനിക്ക് ദൈവത്തിന്റെ കൃപ അല്ല, എനിക്ക് നിങ്ങളെ എല്ലാം കണ്ടുപിടിച്ചു, എന്നെ കണ്ടുപിടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഇല്ലാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അതൊരു ഒരു വാചകമാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പാപികളായി തീരാതിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആയി തീർന്നേനെ. ദൈവത്തിന്റെ ധാരാളമായ കൃപ എന്ത് വലുതാണെന്ന് നമ്മൾ ഓർക്കണം. ഓരോ ദിവസവും പാപം ചെയ്യാതെ വണ്ണം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്. നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, പാപം ചെയ്താലും കർത്താവ് നമ്മെ അതിൽ നിന്നൊക്കെ വിടുവെച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും വരിക എന്ന് എപ്പോഴും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ദൈവത്തിന്റെ ആ മഹാസ്നേഹം, ദൈവം തന്റെ പുത്രനെ ആദികാല നിത്യതയിൽ ആ ഒരു പദ്ധതി, മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിഞ്ഞ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ പുത്രനിലൂടെ നമ്മെ എത്ര വലിയ വില കൊടുത്ത ദൈവം നമ്മെ രക്ഷിച്ചത്. ആ വില കൊടുത്തതിന് ശേഷം നമ്മെ പാപികളായി പോകുവാൻ ദൈവം അനുവദിക്കുമോ? ഒരു നാളുമില്ല. അതുകൊണ്ട് ആ അതിരുകളില്ലാത്ത ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ ഇന്നും പോറ്റുന്നു. കാരണം ഇതിനു വേണ്ടി ദൈവം കൊടുത്ത പൊന്നോ വെള്ളിയോ മറ്റേ ഒരു കാര്യങ്ങളുമല്ല, തന്റെ പുത്രന്റെ ജീവനാണ് നമുക്ക് വേണ്ടി തന്നത്. അങ്ങനെ നമ്മെ രക്ഷയിലേക്ക് നടത്തിയപ്പോൾ ഇനി നമ്മെ ആ രക്ഷയിൽ നിന്നും മാറി പോകാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു വില ദൈവം പിന്നെയും വില കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവം എത്രത്തോളം നമ്മെ
പോറ്റി പുലർത്തിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ പറയും ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് 6 ദിവസം കൊണ്ട് പണിയെല്ലാം പൂർത്തിയായി അവിടെ സ്വസ്ഥതയോടെ ഇരിക്കുക അല്ല. താൻ സൃഷ്ടിച്ചവയൊക്കെയും ദൈവം പരിപാലിക്കുന്നു. ഭൂമിയിൽ എത്രയോ മനുഷ്യരുണ്ട്, കോടാനുകോടി ജനങ്ങളുണ്ട്, എത്രയോ ആൾക്കാർ ദൈവത്തെ അറിയുന്നത്, കോടിക്കണക്കിന് ആളുകൾ ദൈവത്തെ അറിയുന്നുണ്ട്. ഇക്കാലത്തിലും കൃപയുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആ ഓരോ മക്കളെയും നമുക്ക് നമ്മുടെ 2 മക്കളെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെ ഒരാളെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. കർത്താവ് ഇത്ര കോടിയിലധികം വരുന്ന ദൈവമക്കളെ എത്ര കൃപയോടുകൂടിയാ സൂക്ഷിക്കുന്നേ. അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവം സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. 139 സംഗീതം പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു, എന്റെ നിരൂപണങ്ങളെയൊക്കെ അവൻ ദൂരത്തുനിന്നേ അറിയുന്നു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങളെ ദൈവം ദൂരത്ത് നിന്ന് അറിയുന്നു. അത്രത്തോളം ദൈവം ഇന്നും നമ്മെ ദൈവത്തിന്റെ കൃപയാൽ പോറ്റിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രവൃത്തിപഥത്തിൽ വന്നു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കൊള്ളാവുന്നതാണോ? ആ ചിന്തകളൊന്നും പ്രവൃത്തിപഥത്തിൽ വരാതെ വണ്ണം നമ്മിലുള്ള ആത്മാവ് നമ്മെ അതിൽ നിന്നൊക്കെ വിടുവിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് വൈരാഗ്യമുണ്ട്, നമുക്ക് ദേഷ്യമുണ്ട്. ആ വൈരാഗ്യം ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മിൽ നിന്ന് മാറിപ്പോകാനും ആ വിഷമം നമ്മിൽ നിന്ന് മാറിപ്പോകാനും കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഇപ്പോഴും നമ്മോട് സംവാദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. നമ്മളാരും ശ്രേഷ്ഠതയുള്ളവരൊന്നും ആയിട്ടല്ല, നമ്മൾ ഇപ്പോഴും ശേഷം മനുഷ്യരെ പോലെ ആകാതിരിക്കുന്നു, ദൈവത്തിന്റെ കൃപയാലാകുന്നു. അപ്പൊ നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ കൃപ അറിഞ്ഞ പൗലോസ് പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടുമില്ല. ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചു. നമ്മൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്. ഇന്നും ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ നടത്തുന്നവരാണ്. അന്ത്യം വരെയും ആ കൃപയ്ക്കൊരു മാറ്റവുമില്ല. ആ ദൈവത്തിന്റെ മർമ്മം നമ്മോട് അറിയിപ്പാൻ ദൈവത്തിന് കൃപ തോന്നി. സകല ജ്ഞാനവും വിവേകവുമായി ദൈവത്തിന്റെ വെളിപ്പാടുകളെ ദൈവം നമുക്ക് നൽകി. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം വായിച്ചതുപോലെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി നമ്മെ തീർക്കുവാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. നാം ഇതുവരെയും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി പൂർണ്ണമായി തീർന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നാം പറയും, കർത്താവെ, നമ്മൾ പാട്ട് പാടും, എന്റെ ഹിതമല്ല ദൈവമേ നിന്റെ ഹിതം മാത്രം നടക്കണമെന്ന്. പക്ഷേ നമ്മുടെ ഹിതം ആണ് പലപ്പോഴും നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഹിതമായി തീരുന്ന ഒരു ദിവസം വരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മയൊക്കെ ഈ ലോകത്തിലാക്കിയിരുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പം സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരുമെന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിലാക്കി ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്നു. ആ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിലാകുവാൻ, അല്ലെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന ഒരവസ്ഥ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിലൊക്കെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത്, നമ്മെ മുൻ നിയമിച്ച്, നമ്മെ ദത്തെടുത്ത്, നമ്മെ ഓരോ ദിവസവും വിളിച്ച്, നമ്മെ വിശുദ്ധീകരിച്ച് ആ തേജസ്കരണത്തിന്റെ പാതയിലേക്ക് നമ്മെ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആഴമായ പദ്ധതികളെ കുറിച്ച് ദൈവം നമുക്ക് വീണ്ടും മനസ്സിലാക്കി തരണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കൃപ തരും. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.